എടാ അവിടെ ചെല്ല പൈസ മേടിക്ക പോരാ. അവിടെ ഒന്ന് കറങ്ങാനോ നിൽക്കരുത്. നട്ടപ്പാതിരക്ക് ഞാൻ എന്ത് കറങ്ങാൻ അവിടെ? എടാ മുജി കുറഞ്ഞിട്ടില്ല. എവിടെ? ഇയാളിത്തോടെ ഉറങ്ങിയിട്ടില്ലേ? ഈ നട്ടപ്പാതിരക്ക് എന്താ പരിപാടി? അവിടെ മുന്നേ താണ്ട് നോങ്ങിച്ചിരിക്കാവും. ഇതെങ്ങാനും നാസർക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം വരെ മുടങ്ങൂട്ടാ. കിടന്നു. വാ. തങ്ങളെ നാസർക്ക. ഇയാളെന്താ ഈ നേരത്ത്? ഇയാൾക്ക് സംശയാടാ. സംശയ അയാളെന്തീ തരയണേ? എന്തേലും പോയാ? അല്ലടാ എടാ, കാൽപ്പാട് നോക്കടാ, കാൽപ്പാട്. ജാതി ഭ്രാന്തന്റെ കൂടെ എങ്ങനെയാ നമ്മള് ജീവിക്കുക? ഇയാളൊന്നും പോവില്ലാട്ടാ. കൂടെ നോക്കാലോ, പോവാന്ന്. ആ പോണ്. ആദ്യം പോയിട്ട് അവളോട് ഉണ്ടാ നോക്ക്. ചിലപ്പോ പറയാൻ പറ്റില്ല, ഭ്രാന്തനാ. ഇന്നത്തേക്കിന് സംശയിക്കാനൊന്നുമില്ല. ഭയങ്കര റിസ്കാട്ടോ. ഒരു ബൈനോക്കുകൾ കിട്ടിയാലേ അത് ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ കയറി നോക്കാം. അതിന് എവിടുന്നാടാ എന്റെ കയ്യില് കാശ്? അല്ല, അപ്പൊ ആടും കോഴിയും തങ്ങളെ അത് ഞാൻ മൂച്ചിക്കാക്ക് കൊടുത്തടാ. സാരല്ലടാ, വേറെ എന്തെങ്കിലും വേണ്ട നോട്ടെ. നീ കിടന്നോ. അപ്പൊ ഇതിക്ക് എടാ, നിന്നെ ഇനി കാണുന്ന വിചാരിച്ചല്ലടാ. ഞാനും ഇവിടുന്നൊരു അത്യാവശ്യം വന്നോട്ടോ. നീ കിടന്നോ. ശരി. എടാ പിന്നെ നിൽക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് കൊണ്ടുവെക്കോ. ഈ സമയത്ത് ബാങ്ക. തങ്ങളെ ഉസ്താദിന് സമയം തെറ്റിയതാ. 2:30 ബാങ്ക. ഈ നട്ടപ്പാതിരേക്ക് മുക്രിക്ക് ഭ്രാന്തായ. ഇതാണ് ഈ സമയത്ത് ഉസ്താദാ. ആരുടെ ഈ നേരത്ത് ബാങ്ക്? ആരാണോ മുജിക്കണീറ്റ്? എന്താ കണ്ടാ? ഇല്ല, നീ വണ്ടി എടുക്ക്. കാശ് കിട്ടിയാ? ആടെ കിട്ടി. എടാ എന്താടാ? എടാ, അറിഞ്ഞാണോ? അറിഞ്ഞാണാ? ഫാത്തിയുടെ അരഞ്ഞാണം പോയി. ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യാ? എന്തിനാ നീ ബാങ്ക് വിളിച്ചേ? അല്ല, നമുക്ക് നമ്മുടെ ചായക്കടയിൽ ഇരുന്ന് ചർച്ച ചെയ്താ പോലെ. ഇയാടെ ഒരു ചായക്കട. എല്ലാരും കൂടെ തീറ്റയും കാശും കൊടുത്തവനെ വഷളാക്കി. ഏത് നേരം ഒരു പണിക്കും പോകാതെ തങ്ങളെ വരെ നോക്കി പള്ളിയുടെ മുന്നിലാ. ഉസ്താദ് ഇവിടെ മാറിയേ.
ഇവരെ കൂടി ഞാൻ പറയിക്കാം. ഇതാണ് നീ നട്ടപ്പാതിരക്ക് ബാങ്ക് വിളിച്ചത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ മക്കത്ത് എത്രയായി സമയം? മക്കത്തോ? എന്തിനപ്പോ മക്കത്ത സമയം? അതൊക്കെ ഉണ്ട്. 12:30 നട്ടപ്പാതിര. എന്നാ കേട്ടോളി, ഈ ദുനിയാവിൽ എവിടെയോ ഇപ്പൊ സുബഹിയായിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആരും ഒന്നും ഉപദ്രവിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മുക്കർക്ക് സമാധാനമില്ല ഈ വട്ടനൊക്കെ പിടിച്ച് പള്ളി കയറ്റിട്ട്. വട്ടന മുജിയ വേണ്ടേ? ഒന്നില്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് ആരെങ്കിലും ബാങ്ക് വിളിക്കുക. അത് തന്നെ പറഞ്ഞേ. ഞങ്ങൾ കുറെ നാളായി പായിയുടെ പുറയിലാണ്. കുറേയേറെ സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. സത്യം? എന്ത് സത്യം? ഞാൻ പറയാം. ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താന്നാ ആദ്യം പറഞ്ഞത്. നോക്കുമ്പോ എന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും വിരിച്ച് എണീറ്റ് നിൽക്കുന്നു. എന്നൊരു തുണി എടുത്ത് കുടയലും എന്നെ ഒരു നോട്ടവും. ഞാൻ കിടുങ്ങിപ്പോയി. ആ കിടുങ്ങലില് കാക്കകളെല്ലാം പറന്നുപോയി. അങ്ങനെ ആ കാക്കവത്തിൽ നിന്ന് മനസ്സിലായ എന്റെ തങ്ങളെ. എടാ ആ ബായിക്ക് നമ്മൾ പെരുമാനിത്തങ്ങൾ ഒരു ചായ ഇല്ലേ? തങ്ങളെ ഇതിനൊക്കെ പുറത്തു കൊടുക്കണേ. പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നേരം വെളുത്ത ഈ വട്ടനെ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോണം. മനസ്സിലായോ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ടാന്ന് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം. മംഗള പതിന് കൂട്ടിക്കോ. നിങ്ങൾ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾക്ക് വിശ്വാസം. അതെ, ഇവിടെ നടക്കൂല, ഇവിടെ പാടില്ല. എനിക്കൊന്നും കേക്കണ്ട. പോയെങ്കിൽ എവിടെ നിങ്ങൾ തപ്പിക്കൊണ്ടു വന്നോ? അസറ ഭരണാണ്. ആദ്യ രാത്രി തന്നെ എല്ലാം പൊളിയും. പതുക്കെ പറ. ഇനിയിപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീ എനിക്ക് കല്യാണം ഒന്ന് മുടക്കി തന്നാ മതി. പിന്നെ ഒന്നും മിണ്ടാണ്ടിരുന്ന് നീ താളെ നേരം വെളുത്ത് ഇവിടെ ഒന്ന് തപ്പി വെക്കാൻ മതി. സാധനം കിട്ടും. കിട്ടിയില്ലെങ്കിൽ നെയ്യെ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ആരെ കൊന്നിട്ടാലും വേണ്ട പകരം അരഞ്ഞാൻ ഒപ്പിച്ച് തരാം. അല്ലാതെ കല്യാണം മുടക്കൽ നടക്കൂല. ഈ ബംഗാളി എത്രയും വേഗം ബംഗാളിലേക്ക് കടത്തണം. ഇതിലെ പെരുമാറി കുട്ടിച്ചോറാം. ബംഗാളിക്ക് എപ്പോഴും കാവൽ വേണം. അല്ലെ അവന്മാര് ബംഗാളിലേക്ക് കടത്തും. നമ്മളെപ്പോഴും ബായി അകത്തിട്ട് പൂട്ടണം. ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം. വിശ്വാസികൾ കൂടിയാ പിന്നെ അവന്മാർക്ക് വായെ തൊടാൻ കൂടി കിട്ടൂല. ഇങ്ങനെ ഊതണം. തുപ്പല്ല, ഊത്ത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന മേശിട്ട് തുറക്കുക, ഇതിലേക്കിടുക. സംസാ പോയി കിടക്കുന്നു പണ്ടാറോ. വെളുപ്പിനെണീറ്റ് എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പെറുക്കി. അപ്പൊ ഈ അലമ്പുണ്ടാവുന്നതിന് മുന്നേ എന്തെങ്കിലും മാർഗം നീ നോക്കിക്കോ. എടാ എന്താണ്ട ഇവിടെ മുട്ട പിടിക്കാൻ? ഈ ചപ്പിന്റെ ഇടയിലാ? അല്ല, അപ്പുറത്തുനിന്ന്. ആരാമനാ? എന്താടാ ഇവിടെ? മുട്ട പിടിക്കാൻ വന്നേക്കാ. അനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലടാ മുട്ട വാങ്ങാൻ. അല്ല, ഇവിടുത്തെ നല്ല നാടൻ മുട്ട അതാ. യജമാനിൽ വേറെ ഒരിടത്തുമില്ലടാ നാടൻ. ഇവിടെ നിന്ന് തന്നെ വേണോ? കേറിപ്പൂടിയകത്ത് ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കൊള്ള. മുട്ട കച്ചവടം. മുട്ട തിന്നാമോ?
ഇപ്പൊ പോയിക്കോ, എന്നാ എനിക്ക് പുറത്തു വെച്ച് കിട്ടും. എന്റെ പൊന്നിക്ക, ഇതൊക്കെ നിങ്ങളുടെ സംശയമാണ്. ഇക്ക തന്നെ അവളെ കെട്ടിക്കോ, അതിന് ആർക്കും അവിടെ കുഴപ്പം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നാസറേ, ആ, ഓ പറഞ്ഞ മനസ്സിലായോ? ഒരു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന് പോയിന്റ് മനസ്സിലായോ? അവൻ ചവച്ചു തുപ്പി. നേരെ ആ എന്താ കല്യാണം കഴിയുന്നവരെ ആ ഈ വണ്ടി ഓട്ടണ്ട, ഇല്ല. കാവല് നിൽക്കണം. ആ ശമ്പളം ഞാൻ തരും. ആ ഓൻ ഇവിടെ വരുന്നുണ്ടോ നോക്കി നീ ഈ വീട്ടിലേ, ആ ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടോ നോക്കി ഞാൻ ആ വീട്ടിലേ. ആ ആ അല്ലെങ്കിൽ വേണ്ട, ഏ, ഞാൻ ഇവിടെ നീ അവിടെ. ഇതിനെല്ലാത്തിനും കാരണം ആ ഉമൈര. ഇനിയിപ്പോ സ്കാനിങ് നടത്തണല്ലോ, എന്ത് ചെയ്യൂടാ? ഞാൻ കൂടി വല്ലാത്ത അവസ്ഥയായി. അബി, ആ ഹേമ, നീ ഇതൊന്ന് സൂക്ഷിച്ചേക്കണടാ, കുറച്ച് ഉരുപ്പടി. ഇതെന്തിനാ ഇളയമട്ടെ? വേണ്ട വേണ്ട. അതല്ലടാ, ഇതിട്ടിട്ടൊരു ചൊറിച്ചില് പോലെ. നീ ലോക്കറിൽ വെച്ചാ മതി, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം. എന്ത് ചൊറിച്ചില്ല, ഇത് ഇളയമ്മനെ സൂക്ഷിച്ചാ പോരെ. വേണ്ട വേണ്ട ഇളയമ. മോനറ്റിൻഡോ, നീ ഇതൊന്ന് സൂക്ഷിക്കേ. ആ ഉമ്മ. നീ തന്നെ ചാടിക്കരി വാങ്ങാൻ പോയേ? അവൾ പറഞ്ഞ ഇടമ കേൾക്കണാവും. എന്ന് പറഞ്ഞാ കാര്യം നടക്കണ്ടേ?